സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിലിപിയിൽ നിന്ന് എങ്ങനെ വരുമാനം നേടാമെന്ന് കണ്ടു. ഞാൻ പ്രതിലിപിയെപ്പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കേണ്ടായി, ഇതിലെങ്ങനെയാണ് അക്കൗണ്ട് എടുക്കുന്നത്, എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രതിലിപിയിൽ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ അക്കൗണ്ട് എടുക്കണം, എങ്ങനെ എഴുതണം തുടങ്ങിയവയെ പറ്റിയാണ്. വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമസ്തേ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ JPK വൈബ്സ്. അപ്പോൾ എങ്ങനെയാണ് പ്രതിലിപിയിൽ അക്കൗണ്ട് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ചിൽ പ്രതിലിപി ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ റെഡ് പ്രതിലിപി ലോഗോ ആയിട്ട് ആപ്പ് വന്ന് കിടക്കും. അതിൽ ഇൻസ്റ്റാൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡൗൺലോഡായി കഴിയുമ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞ് കാണാം. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് പ്രതിലിപിയിലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. നമ്മൾ മലയാളം കഥകൾ എഴുതാനും വായിക്കാനും ഉദ്ദേശിക്കുന്നതുകൊണ്ട് മലയാളം ടിക്ക് ചെയ്തിട്ട് തുടരുക. ഇപ്പോൾ ഇവിടെ ഗൂഗിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ച് തുടരുക എന്ന് കാണും. നമ്മുടെ ഫോണിൽ ഓൾറെഡി ഒരു ഇമെയിൽ സേവ്ഡ് ആയതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അല്ല വേറെ അക്കൗണ്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇമെയിൽ ID വേറെ അടിച്ചു കൊടുത്തിട്ട് അത് തുടരുക. അപ്പോൾ നമ്മളിവിടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിവിടെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിൽ നമ്മുടെ ജെൻഡർ ആദ്യം ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഏജ് എത്രയാണെന്ന് വെച്ചാൽ അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് സ്റ്റോറീസാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നുള്ളത് കാണിക്കുന്നതിൽ അതിൽ പ്രണയം, ബന്ധങ്ങൾ, ദുരൂഹം, ഫാൻറ്റസി, ഹൊറർ, ക്രൈം, സൗഹൃദം തുടങ്ങിയവയുണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന തുടരുക എന്നത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ പ്രതിലിപിയിൽ എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു. എളുപ്പമല്ലേ അത്? ഇനി നമുക്കതിൽ നമ്മുടെ പ്രൊഫൈൽ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. വെറുതെ അക്കൗണ്ട് എടുത്താൽ മാത്രം പോരാ. നമ്മുടെ കഥകൾ ആളുകൾ വായിക്കണമെങ്കിൽ പ്രൊഫൈൽ ഭംഗിയാക്കി ഇടണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസിൽ പ്രതിലിപി ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അക്കൗണ്ട് അതിൽ കാണാം. അതിൽ നമ്മുടെ ഇമെയിലിലെ ഫസ്റ്റ് ലെറ്റർ അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രൊഫൈലിലേക്കാണ് നേരെ പോവുക. അതിൽ സെറ്റിങ്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എൻ്റെ അക്കൗണ്ട് എന്ന ആദ്യ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിലുണ്ടായിരുന്ന പേരുകൾ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അത് കഴിയുമ്പോൾ തൂലികാനാമം, എന്തെങ്കിലും ഒരു തൂലികാനാമം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ സംഗ്രഹം ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നമ്മളെ പറ്റി കുറച്ച് വാക്കുകൾ എഴുതി കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എഴുതുന്നത് എഴുത്തിനെ പ്രണയിച്ചവൾ എന്നാണ്. അതൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ലിംഗം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇമെയിൽ ഓൾറെഡി അവിടെ താഴെ വന്ന് കിടപ്പുണ്ടാവും. അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ അവിടെ സെറ്റ് ചെയ്തത് കാണാം. അത് കഴിയുമ്പോൾ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാനായിട്ട് പ്രൊഫൈലിൽ ക്യാമറ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യാമറ, ഗാലറി എന്നിവ കാണാം. ഇതിൽ ഞാൻ ഗാലറിയാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഗാലറിയിൽ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ അവിടെ സെറ്റായി. പ്രതിലിപിയിൽ അക്കൗണ്ട് എടുത്ത് പ്രൊഫൈലും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് എഴുതിയിടേണ്ടത് എന്ന് കാണണ്ടേ? അതിനായിട്ട് നമ്മൾ പ്രതിലിപി പ്രൊഫൈൽ ഒന്ന് ബാക്ക് ചെയ്യുമ്പോൾ പ്രതിലിപിയുടെ ഹോം പേജ് കാണാം. ഇതിൽ താഴെ കാണുന്ന എഴുതുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ പുതിയ രചന ചേർക്കാമെന്ന് കാണും. അപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഫസ്റ്റ് കാണുന്നത് തലവാചകമാണ്. അത് നമ്മുടെ സ്റ്റോറിയുടെ നെയിം എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റോറിയുടെ നെയിം എപ്പോഴും സിമ്പിൾ, അട്രാക്റ്റീവ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ വായനക്കാർക്ക് കൂടുതൽ ഇഷ്ടം തോന്നും വായിക്കാനായിട്ട്. അത് കഴിയുമ്പോൾ നമ്മൾ താഴെ സ്റ്റോറിയുടെ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ. അത് നമുക്ക് സ്റ്റോറി ടൈപ്പിംഗ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ തൊട്ടപ്പുറത്ത് പാരഗ്രാഫ് ഏത് ടൈപ്പ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. അത് കഴിയുമ്പോൾ ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും പിക്ചർ ഇപ്പോൾ വേണമെങ്കിൽ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിൻ്റെ ഏതെങ്കിലും പിക്ചർ വേണമെങ്കിൽ അത് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും മുകളിലായിട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചതുരനായിട്ടുള്ളൊരു ഓപ്ഷൻ പോലെ നമുക്ക് കാണാം. അതാണ് സേവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോറി സേവ് ആയിട്ട് കിടക്കും. സേവ് ആയി കിടക്കുക എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ആയിട്ട് കിടക്കും. നമുക്കിതിപ്പോൾ ഈ ബോർഡിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട്
സേവ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നേരെ അത് ഡ്രാഫ്റ്റിൽ പോയി. അപ്പോൾ ഡ്രാഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട്, അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോറി കാണാം. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോറിയിലേക്ക് നേരെ പോകും. നമുക്കിതിലൊന്ന് അതിൻ്റെ എഡിറ്റേഷൻ ചെയ്യാം. ഇനി നമുക്ക് പ്രസിദ്ധീകരിക്കുകയും ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് കാണാം. ഇതിലാദ്യം കാണുന്നതാണ് ഗാലറി. നമ്മുടെ സ്റ്റോറിക്ക് ഒരു കവർ ചിത്രം തയ്യാറാക്കാനാണ്. അപ്പോൾ നേരെ ഗാലറിയിലേക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കവർ ചിത്രം ഇവിടെ റെഡിയായി. അത് കഴിയുമ്പോൾ താഴെ കഥ, ലേഖനം, കവിത കാണാം. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ വിഭാഗങ്ങൾ കാണാം. അത് നമ്മുടെ കുടുംബം, പ്രണയം, അതല്ലെങ്കിൽ പിന്നെ മത്സരങ്ങൾ കിടക്കുന്നുണ്ട്. അതിലേതൊക്കെയാണെന്ന് വെച്ചാൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ സ്റ്റോറി ചെയ്ത് ടൈപ്പാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോറി നമ്മൾ തന്നെ രചിച്ചതാണെന്നും പിന്നെ കോപ്പി ചെയ്തതെല്ലാം കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്തിട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇവിടെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ട് പബ്ലിഷ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നമ്മളൊന്ന് ഈ സ്റ്റോറിയാണ് നമ്മളിത് കാണുന്നത്. അതൊന്ന് ബാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിലായിട്ട് ആ സ്റ്റോറി വന്ന് കിടക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പരിചയപ്പെടാം. താഴെ ഓപ്ഷൻസുകളിൽ ഫസ്റ്റ് കാണുന്നത് ഹോം പേജാണ്, പ്രതിലിപിയുടെ ഹോം പേജ്. അതിൽ ഓരോ വിഭാഗങ്ങളുള്ള സ്റ്റോറീസ്, പിന്നെ ബെസ്റ്റ് സെല്ലർ രചന, അതായത് കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ടോപ്പ് നിൽക്കുന്ന രചന വന്ന് കിടപ്പുണ്ടാവും. കുറേ ഓപ്ഷൻസ് ഇങ്ങനെ താഴെ കാണാം. ഇനി രണ്ടാമത് കിടക്കുന്നതാണ് ലൈബ്രറി എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റോറി വായിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വന്ന് കിടക്കും. അടുത്തത് കാണുന്നത് എഴുതൂ. അതെടുത്ത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റോറി ചെയ്ത് കൂടാതെ താഴെ ടോപ്പ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കാണാം. ഓരോ വിഭാഗങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നിൽക്കുന്നതൊക്കെ കാണിക്കാം. സ്ത്രീ, ഹൊറർ ഇതൊക്കെ കാണാം. ആഴ്ചയിലെയും മാസത്തെയൊക്കെ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്കാരെ കാണാം. അത് കഴിഞ്ഞിട്ടൊന്ന് ബാക്ക് ചെയ്യുമ്പോൾ എഴുത്തിൻ്റെ ഡാഷ്ബോർഡ് കാണാം. അതായത് നമ്മുടെ എഴുത്തിനെ പറ്റിയിട്ടുള്ളത് അതിൽ കാണാം. അത് ബാക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മത്സരങ്ങളാണ് അടുത്തത് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങൾ ഫസ്റ്റ് വന്ന് കിടക്കും. ഗ്രീനിലുള്ളതൊക്കെ ഫസ്റ്റ് കിടക്കുന്നത് ഇപ്പോൾ നടക്കുന്ന മത്സരം, ബ്ലാക്കിലും കഴിഞ്ഞതും. ഇനി ബ്ലോഗുകളാണ്, പ്രതിലിപിയുടെ ബ്ലോഗുകൾ. ഇനി നമുക്കിതൊന്ന് ബാക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത ഓപ്ഷനാണ് അറിയിപ്പ് എന്ന് പറയുന്നത് കാണുന്നത്. നമ്മുടെ എഴുതുന്നതിൻ്റെ അപ്പുറത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റുകൾ കാണാം. നമ്മുടെ സ്റ്റോറി ആയിട്ടുള്ളതൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഉള്ളതൊക്കെ കാണാം. പിന്നെ രചനകൾ, നമ്മുടെ നോട്ടിഫിക്കേഷൻസ് അറിയില്ല രചനകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ കാണാൻ പറ്റും. പിന്നെയാണ് മെസ്സേജ്, നമ്മൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. അതിൻ്റെ അടുത്താണ് സൂപ്പർ ഫാൻ ചാറ്റ് റൂം. നമ്മൾ ഓരോ ചാറ്റ് റൂംസ് ഇവിടെ വന്ന് എളുപ്പമുണ്ട്. നമുക്ക് ആരെങ്കിലും സൂപ്പർ ഫാൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് റൂമും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തൽക്കാലം അതിലില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എഴുതാനായി ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും അക്കൗണ്ട് എടുത്ത് ആദ്യത്തെ രചന പങ്കുവെക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിലിപിയിൽ നിന്ന് എങ്ങനെയാണ് പണം ബാങ്കിലേക്ക് വരുന്നത്, ഗോൾഡൻ ബഡ്ജ് എങ്ങനെ സ്വന്തമാക്കാം, വായനക്കാരിൽ നിന്ന് എങ്ങനെയൊക്കെ സമ്പാദിക്കാം തുടങ്ങിയവയൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻസായി താഴെ ചേർക്കാനും മറക്കല്ലേ. താങ്ക്